അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് വേഗം ഒരു പിസ്സ സോസ് ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 തക്കാളി, നല്ല പഴുത്ത് വലിയ ഒരു 7 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോകണം ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കുറേ പഴുത്ത തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ച് തീയൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിനെ നമുക്കൊന്ന് തണിയാൻ വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താവും, തൊലി നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ തൊലി മാറ്റുകയാണ്. അപ്പോൾ തൊലി മാറ്റിയിട്ട് ഇതിനെ കളയണ്ട, നമുക്ക് തൊലി ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ വേവിച്ച തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണ് പ്യൂരി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ തൊലി മാറ്റി വെച്ച തൊലിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ തക്കാളിൻ്റെ തൊലിയും കുറച്ച് തക്കാളിൻ്റെ പ്യൂരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഗ്യാസിൽ നമ്മൾ എന്താക്കാൻ, ചെറിയ തീയിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പോൾ നല്ല തീ ഒരുപാട് വെലിങ്ങനെ കത്തിക്കാൻ പാടില്ല, ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ബട്ടർ ഉരുക്കാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ എന്താക്കാൻ, ഒരു ബേ ലീഫ് ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മൂക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ബട്ടർ വലിയ തീയിൽ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് എന്താവും, കറുത്തു പോവും. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താക്കി ഒന്ന് നന്നായിട്ട് മൂത്തതിൻ്റെ ശേഷം നമ്മൾ ഉടച്ച് വെച്ച തക്കാളി പ്യൂരി അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പിരിയൻ മുളകും കൂടെ, പൊടിച്ച പിരിയൻ മുളക് ഉണ്ടല്ലോ, കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുക. പിന്നെ നമ്മുടെ ക്രഷ് ചെയ്ത മുളകും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തൊന്ന് തിള വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ തൊലി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. പിന്നെ നമ്മുടെ ഒറിഗാനോ ലീഫ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിൻ്റെ ശേഷം ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കുക. എന്നിട്ടൊരു 2 ആഴ്ചയൊക്കെ നമുക്ക് എങ്ങനെ ഇത് ഫ്രിഡ്ജിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചീത്തയാവാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ തണുത്തതിന് ശേഷം നമുക്ക് മറന്നു പോകരുത്, ഇത് നമ്മളൊരു ബേ ലീഫ് ഇട്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സ സോസ് ഇവിടെ റെഡി ആയല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.